അച്ഛനൊന്നും തീരെ വയ്യ, നല്ല തലവേന. കുറച്ച് മസാജ് ചെയ്ത് തരോ? മസാജ് ചെയ്ത് തരോ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ഞാൻ മസാജ് ചെയ്ത് ഞാൻ ഡേവിഡിനോട് പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ്റെ തലവേദന മാറാൻ പ്രാർത്ഥിക്കട്ടെ. എനിക്ക് ചാരു മസാജ് ചെയ്ത് തന്നാൽ മാറും. എന്ത് കാലുവേനയാ? എനിക്ക് തലവേനയാന്ന്. ഇങ്ങനെയാണോ? അച്ഛൻ്റെ തലവേദന വേഗം മാറി. കാര്യം കണ്ടിട്ട് മൊബൈല് നോക്കിയിട്ട് എന്ത് ഓരോ തലവേന. അതിന് മുന്നേ ഉണ്ട് തലവേന. നോക്കിയിട്ടെന്നെ ഫോണ്. നീ വേണ്ടാത്തൊന്നും പറയണ്ട, നിന്റെ അമ്മ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഫോണ് നോക്കി ഫോൺ ഫസ്റ്റ് നോക്കിയിട്ട് കിടന്നിട്ട് എണീറ്റിട്ട് കൊച്ചമ്മയാ ഫോണ് നോക്കെങ്കിൽ തലവേന എടുക്കൂടായിരുന്നോ? നീ ഇപ്പം മസാജ് ചെയ്തെങ്കിൽ ചെയ്തതാ. അമ്മച്ചി ആവണ്ട, അമ്മച്ചി. അങ്ങോട്ട് കിടന്നേ. എന്റെ കാര്യം പറയുമ്പോ എന്താണ് കുട്ടിച്ചട്ടെ. എന്റെ അച്ഛന്റെ തലവേന മാറിക്കൊടുക്കട്ടെ. എടാ ഇതെല്ലാം നിന്റെ അമ്മ റെക്കോർഡ് ചെയ്യുന്നു. നീ ഇങ്ങനെ വേണ്ടാത്തൊന്നും പറയല്ലേ. മാറിയിട്ടൊന്നുമില്ല. കുട്ടിച്ചാത്തനെ ഒക്കെ വിളിക്കുന്നത്. കുട്ടിച്ചാട്ടനാക്കി കുറച്ചിട്ടുണ്ട് അമ്മ. കുട്ടിച്ചാട്ടന് കണ്ണു കാണാൻ അച്ചാച്ചനാ? അച്ഛാ സോറി അച്ഛാ. കുട്ടിച്ചാട്ടന് ഇന്ന് കണ്ണു കാണാനില്ല. ആത്തിരായി കൊണ്ട് കണ്ണു കാണാനെല്ലാം എടുത്തിട്ടുണ്ടേ. അപ്പൊ കണ്ണു കാണാനില്ല. വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറയണ്ട. ഏറെ കയറുന്നി. സോറി അച്ഛാ. കുട്ടിച്ചാട്ടൻ ഉറങ്ങി. നാളെ ഇനി കാണാൻ പറ്റില്ല. ഓക്കെ, നാളെ കണ്ടോട്ടെ. നിങ്ങ മോള് മസാജ് ചെയ്താ? കുട്ടിച്ചാട്ടനെ പറഞ്ഞിട്ട് നാട് വന്ന് ശരിയാക്കി. ഓക്കെ. എന്ത് ഇതാ? പെമ്മയാ നമ്മുടെ ജീവിതത്തിന് എന്തേലും ജീവനാ. നമ്മുടെ പ്രമേയ എന്താ പറഞ്ഞ മനസ്സിലായില്ല. അല്ലല്ല, അതിന് മുന്നേ എന്താ പറഞ്ഞ? നമ്മുടെ പ്രമേയം വിജയിക്കട്ടെ. നമ്മുടെ കുട്ടിച്ചാട്ട എന്നാടാ എനിക്ക് മനസ്സിലായില്ല. അതിന് വിചാരിച്ച നമ്മുടെ പ്രമേയം നമ്മുടെ നെഞ്ചിന്റെ നമ്മുടെ ജീവിതം. നമ്മുടെ പ്രമേയ അതൊന്നും സംഭവം നമ്മളെ പ്രയത്നാണോ? അതന്നെ. ഓ അങ്ങനെ നമ്മളെ പ്രയത്നം വിജയിക്കട്ടെ. എൻ്റെ ഈശ്വരാ, ഈ സാധനത്തിനെ കൊണ്ട് ഞാൻ എന്റെ സിഗമാമൻ വിജയിക്കട്ടേന്ന്. ആരാത് കഥന്നെ? പൂച്ച നമുക്ക് പോയി നോക്കാതെ. എന്നിട്ട് വേണം കടി കാണിച്ചു നോക്കാം.
മര്യാദക്ക് ഇവിടെ കിടന്നു. എന്താ പൂച്ചനെ പേടിയാണ്. നീ എന്താ എന്നെ പണിയെടുക്കുന്നത്? എടാ നീ എന്നെ ഞെക്കി കൊല്ലോ. മര്യാദക്ക് കിടക്ക്. മസാജ് ചെയ്യാനേ ഞാൻ വന്നിന്, എന്നെ ദ്രോഹിക്കാനല്ല. മസാജ് ചെയ്താ ഞാൻ മസാജോട് ചെയ്തു. ഇപ്പൊ സർവീസ് കഴിഞ്ഞു. സർവീസ് കഴിഞ്ഞു. പിന്നെ എന്നാ താങ്ക് യു. എനിക്കൊന്നും ഫീലൊന്നും ആയിട്ടില്ല, മസാജും ഫീലായിട്ടില്ല. വെറുതെ ഞാൻ വന്ന് കിടന്നു. എങ്ങനെയാ എൻ്റെ കുഞ്ഞുകുട്ടികളെ ഇങ്ങനെ പണിയിപ്പിക്കുന്ന അച്ഛനറിയോ? എവരിങ്ങനെ ഈ കുഞ്ഞുകുട്ടികളെ വാങ്ങാൻ കിട്ടുക? ഇല്ലല്ലോ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എവിടെയെങ്കിലും ഇങ്ങനത്തെ കുഞ്ഞിക്കുട്ടീനെ വാങ്ങാൻ കിട്ടുമോ? കിട്ടുമോ? നാളെ മേടിക്കണമെന്നില്ല. അന്നേരം എനിക്കൊരു ചേച്ചി കൂടെ ഉണ്ടാവും. ഇളയതിനെ കിട്ടുള്ളൂ, മൂത്തനെ കിട്ടൂല. ചെറുതിനെ കിട്ടുള്ളൂ. അത് കുഞ്ഞു മാവയായിട്ട് വലുതാവൂലേ? അമ്മേന്റെ വയറ്റിന് വരുന്നതാ. നമ്മൾ തുളുവെന്ന് വാങ്ങണ്ട. കുഞ്ഞു മാവയാ? ബേബീസ് തന്നെ? എന്തേ? I forgot. What happened? What happened? I forgot my toy. കടിക്കാതെ. ഞാൻ ആശുപത്രി കൊണ്ടുപോട്ടെ. കണ്ടു. ഇനി ചാരന് കാർ ഓടിക്കാൻ അറിയോ? ആശുപത്രി കൊണ്ട അച്ഛന് തലവേദനയാണല്ലോ. അച്ഛൻ തന്നെ കാർ ഓടിച്ചിട്ട് തലവേദനയാകുമ്പോ എങ്ങനെ കാർ ഓടിക്കുന്നത്? എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് അപ്പത്തെ വെള്ളിച്ചന്റെ കാറിൽ പോയാലോ? ആശുപത്രി പോയി നമുക്ക് ഓപ്പറേഷനൊക്കെ ചെയ്തു. ഓപ്പറേഷനാ? തലവേനക്കാ? അച്ഛന് ചെറിയ പ്രശ്നമുണ്ട്, എല്ലാം ഇന്ന് മാറ്റി. ഓപ്പറേഷനൊക്കെ ചെയ്ത്. എന്താ ഓപ്പറേഷൻ? തലയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കിട്ട് വരട്ടെ. ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാം. ചോദിക്കാം, അച്ഛൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിക്കാം. നല്ല ഐഡിയ കേട്ടാ മോളെ. തലവേദനയുടെ അച്ഛനെ കൊണ്ട് പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ട് പോകുന്നു. നല്ല മോള്, ഇങ്ങനെ തന്നെ ആവണം കേട്ടോ. അതെ അതെ. നല്ല കുട്ടികളുണ്ട്. എന്തായാലും ബെറ്റിന് ഒന്ന് 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 ജമ്പ് ചെയ്യാം. ജോയിൻ 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 ജോയിൻ. രാത്രി നിനക്ക് ഉറങ്ങണ്ടേടാ? ഇങ്ങനെ ജമ്പും ചെയ്തോണ്ടിരുന്നാ മതിയോ? 12 മണി ആയാലും ഉറങ്ങൂല. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ട് 12 മണി ആയാലും ഉറങ്ങൂല. അല്ല ചാരു, അനുവേട്ടാ, ഇന്നൊരാൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടത്തിയപ്പോൾ പറഞ്ഞേ എനിക്ക് ഉറങ്ങണ്ട. എന്നിട്ട് എന്നോട് ഞാൻ പറഞ്ഞു ഇല്ല, കുറച്ചു നേരം മോള് കിടന്ന് ഉറങ്ങ്, എന്നിട്ട് ക്ഷീണമെല്ലാം മാറട്ടെ, കുറച്ചു നേരം ഉച്ചയ്ക്ക് ഉറങ്ങ്, എന്നിട്ട് നമുക്ക് എണീക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട, എനിക്ക് ഉറങ്ങണ്ട. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു ഞാൻ 3 മണിയാകുമ്പോൾ എണീക്കുവേ. എത്ര മണിക്കാ പറയുന്നത് അറിയാം? 4 മണിക്ക്. 4 മണിക്ക്. എന്നിട്ട് പറഞ്ഞു ഞാൻ 3 മണിയാകുമ്പോൾ എണീക്കുവേ, അത്രേ ഞാൻ ഉറങ്ങുള്ളേ, അതിൽ കൂടുതൽ ഞാൻ ഉറങ്ങൂല. എന്നിട്ട് എത്ര മണിക്ക് എണീറ്റെന്നറിയോ? 6:30. 6:30.
എന്താടാ കള്ള എനിക്ക് ഉറങ്ങണ്ട പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങി. എന്നിട്ട് 6:30 ആകുമ്പോൾ ഞാൻ പറഞ്ഞു ചാരു 3 മണിയായി എണീക്ക് എന്ന് പറഞ്ഞപ്പോൾ കള്ളച്ചിരി. എന്ത് ഉറക്കാടെ ഉറങ്ങുകയെ. അവനോട് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറഞ്ഞ അവൻ ഉറങ്ങണ്ട. ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ എണീക്കൂല. എന്നിട്ട് രാത്രി മുഴുവൻ കിടന്ന് ഇങ്ങനെ ജമ്പ് ചെയ്യും അല്ലേ. നൈറ്റ് ഡ്യൂട്ടി. പോലാണ് എന്നെ തന്നെ കാണാൻ പിറന്ന പോലെ കാണി എന്നെ സുന്ദരി താങ്ങത്തോടെ അമ്മ എന്നെ കളിയാക്കുക. എന്തിനീ എൻ്റെ മോളെ കളി? ഞാൻ എന്തിനാ കളിയാക്കുന്ന എൻ്റെ മോളെ? എന്തിനാ ചോദിക്കാറാ? എന്തിനാ അമ്മനെ കളിയാക്കുക? എന്തിനീ എൻ്റെ മോളെ കളിയാക്കി? ഞാൻ എന്തിനാ എൻ്റെ മോളെ കളിയാക്കി? മോളോട് തന്നെ ചോദിക്കാറാ. എന്തിനാ മോളെ? അമ്മ പറഞ്ഞു, അമ്മ ഞാൻ 4 മണിക്ക് എണീക്കുമ്പോൾ എന്നോട് ഉറങ്ങാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു എനിക്കൊരു ക്ഷീണില്ല, ഞാൻ ഉറങ്ങുന്നില്ല. അച്ഛൻ നമ്മുടെ ക്ഷീണുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങണ്ടു. അത്രയേ വേണ്ടു. എനിക്ക് ക്ഷീണല്ലോ. ഇല്ല. അപ്പോൾ അമ്മ 4 മണിക്ക് എണീക്കുമ്പോൾ പറഞ്ഞു ഉറങ്ങണ്ട. ഞാൻ പറഞ്ഞു 3 മണിക്ക് ഞാൻ എണീക്കും. എത്ര മണിക്കാണ് അത് പറഞ്ഞത്? 4 മണിക്ക്. 3 മണിക്ക് എണീക്കൂലെന്ന് 4 മണിക്ക് പറഞ്ഞു. ഓക്കെ. എന്നിട്ട് സംഭവിച്ചത് ശരിക്കും എണീറ്റ് 6:30. 6:30 എണീക്കുമ്പോൾ അമ്മ എന്നെ കളിയാക്കി. ഇത്രയും സമയം ഉറങ്ങിയതിന് ഞാൻ ഇതൊന്നും ശരിയല്ല കേട്ടോ. നിന്റെ വെറും കളിയാക്കല്. നീ ഇങ്ങനെയാണോ കുട്ടികളെ കളിയാക്കുന്നത്? ഇതൊന്നും അല്ലേ, ഇതൊന്നും ശരിയല്ല. ഞാൻ അന്നേ വിചാരിച്ചതാ പറയണം. കേൾക്കുന്നില്ല. നിനക്ക് കുഴപ്പമില്ലേ? വഴക്ക് പറയണ്ടേ? ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ, നമുക്ക് പ്രശ്നമില്ല. ഓക്കെ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതന്നെ നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞു. നമ്മൾ സോൾവ് ആയി. ഇറ്റ്സ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഉറങ്ങണ്ട പറഞ്ഞിട്ട് എണീറ്റത് 6:30. എത്ര ഫോഴ്സ് ചെയ്തിട്ടാന്ന് കിടന്നുറങ്ങിയെന്നറിയാം. എന്നിട്ട് എണീറ്റത് 6:30. എന്തൊരു ഉറക്കമായിരുന്നു. പിന്നെ എങ്ങനെ കളിയാക്കാതിരിക്കുക? നമ്മൾ ഇറ്റ്സ് ഓക്കെ പറഞ്ഞില്ലേ? ഇപ്പോഴും എന്തിനാ പിന്നെ കളിയാക്കുന്നേ? ഒരു വിഷയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വിടുക. അമ്മേനെ കൊണ്ട് രസമുണ്ട അരി കെട്ടും. ഇനി ഇങ്ങനെ പറയരുത്. നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ബോറടിച്ചു കൊടുത്ത കേര ഇങ്ങനെയാണ്. ഞാൻ അരി തരും. എൻ്റെ കയ്യിൽ വലിയ അരിയുണ്ട്. എന്തുണ്ട്? വലിയ അടിയുണ്ടെന്നോ? എൻ്റെ കയ്യിൽ വലിയ വരിയുണ്ട്. അടി അങ്ങനെ നേരത്തെ പറഞ്ഞ വലിയ അടിയുണ്ട്. എൻ്റെ കയ്യിൽ വലിയ വരി അടി. സോറി മാപ്പ് തരൂല. മാപ്പ്.